ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് കൈൻഡ്നസ്, ഹാപ്പിനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹെൽപ്പിംഗ് മൈൻഡ്, ഫൊഗീവ്നെസ് ഇതൊക്കെ വരുന്നത്. നമ്മൾ കുട്ടിയായിരിക്കുന്ന കാലത്ത് നമുക്ക് എല്ലാത്തിനോടും ഒരു കൗതുകമായിരിക്കും അല്ലേ? ആ സമയത്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ വക കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അന്ന് നമുക്ക് ഒരുപാട് അവസരങ്ങളെ കാണാനുള്ള കഴിവുണ്ടായിരിക്കും. നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു അല്ലേ? പക്ഷെ വേണ്ടപ്പെട്ട ചില ആളുകളുടെ നിഷേധാത്മക ഉപനിർദ്ദേശങ്ങളാൽ നിനക്കത് ചെയ്യാൻ പറ്റില്ല, നിനക്കിത് ചെയ്യാൻ പറ്റില്ല, നീ അങ്ങോട്ട് പോകരുത്, നീ പരാജയമാണ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് സജഷൻസുകളാൽ ആഗ്രഹിച്ച കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചൊരവസ്ഥ, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പിന്തിരിപ്പിച്ചൊരവസ്ഥ, ഇത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഭയത്തിൻ്റെയും ഉത്കണ്ഠകളുടെയും കഥകൾ പറഞ്ഞ് കുട്ടിത്തമുള്ള മനസ്സുകളെ ഭയമുള്ള മനസ്സുകളാക്കി മാറ്റിയത് കൊണ്ടാണ് ഇക്കാണുന്ന ഒട്ടുമിക്ക ആളുകളും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ധൈര്യമില്ലാതെ മാറി നിൽക്കുകയും പരിധികൾ വെക്കുകയും ചെയ്യുന്നുള്ളത്. നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളെ നിയന്ത്രിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് അവയുടെ ലക്ഷ്യം. തിരിച്ചറിയുക, കുട്ടികൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളിൽ ഒരിക്കലും പരിധികൾ വെക്കുകയോ നിഷേധകരമായ ഭയത്തിൻ്റെയും ഉത്കണ്ഠകളുടെയും കഥകൾ പറയുകയോ ചെയ്യരുത്. അതാണ് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഓക്കെ, ഇനി താങ്ക് യു സോ മച്ച്.